3 ദിവസത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അബ്ദുൽ മനാഫ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് താങ്കളുടെ ഫോൺ എവിടെയാണെന്നാണ്. അത് മാധ്യമപ്രവർത്തകന് അറിയാം ആ ഫോൺ എവിടെയാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യം എടുത്തു ചോദിച്ചത്. അത് നമ്മുടെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിഷയം മാറ്റി അബ്ദുൽ മനാഫ്. അയാളുടെ മുഖഭാവം പറയുന്നുണ്ട് ഫോൺ SIT പിടിച്ചു വെച്ചെന്ന്. അതിനിപ്പോൾ അബ്ദുൽ മനാഫ് എന്നല്ല, ആരായാലും ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചു വെക്കും. കാരണം ഇത്തരമൊരു കേസിൽ നിർണായക തെളിവ് അയാളുടെ ഫോണാണ്. ഇനി മറ്റൊരു കാര്യം, ധർമ്മസ്ഥല വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന ആദ്യ ദിവസങ്ങളിൽ ഒന്നിൽ അബ്ദുൽ മനാഫ് വീഡിയോയിലൂടെ വെല്ലുവിളിച്ചത് SITയിൽ അംഗമായ സർക്കിൾ ഇൻസ്പെക്ടർ മഞ്ജുനാഥയുടെ ട്രൗസർ ഊരിക്കുമെന്നാണ്. തന്റെ ട്രൗസർ അബ്ദുൽ മനാഫ് ഊരിക്കുമെന്ന് പറഞ്ഞ കാര്യം മഞ്ജുനാഥയെ ചിലർ ബോധ്യപ്പെടുത്തിയിരുന്നു. നിരവധി കേസുകൾ തെളിയിച്ച സമർത്ഥനായ ഉദ്യോഗസ്ഥരാണ് മഞ്ജുനാഥ. ആ മഞ്ജുനാഥ ഉൾപ്പെടുന്ന അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് അബ്ദുൽ മനാഫിനെ ചായയും ഉന്നക്കായും പഴം നിറച്ചതും കൊടുത്ത് പകരം അയാളുടെ കയ്യിലുള്ള വിലപ്പെട്ട തെളിവുകളും വാങ്ങി ടാറ്റ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അബ്ദുൽ മനാഫിന്റെ കൂടെ നടക്കുന്ന വിനോദ് മേക്കോത്ത് പോലും വിശ്വസിച്ചു എന്ന് വരില്ല. നല്ല ചാമ്പ് ഏറ്റുവാങ്ങിയിട്ടാണ് അബ്ദുൽ മനാഫ് SITയോട് യാത്ര പറഞ്ഞതെന്നാണ് പലരും പറയുന്നത്.